ഹായ് ഓൾ, വെൽക്കം ടു മെഡോസ് ഗാർഡൻ. ഇന്ന് നമ്മളൊരു ഗാർഡൻ ടൂറാണ് കാണാൻ പോകുന്നത്. ഇത് എൻ്റെ വീട്ടിലെ ഗാർഡൻ അല്ല കേട്ടോ, ഇത് എൻ്റെ അങ്കിളിൻ്റെ വീട്ടിലെ ഗാർഡനാണ്. 13 വർഷമായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു ഗാർഡനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്നത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ 2-3 പ്ലാന്റുകളാണ്. അതിനടുത്തായിട്ടൊരു വലിയ ചെത്തിമരവും നിൽപ്പുണ്ട്. ഈ കാണുന്നത് ബോഗൻവില്ലയുടെ കളക്ഷൻസാണ്. നല്ല രീതിയിൽ ഫ്ലവർ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ബോഗൻവില്ലാസിലൊക്കെ. അതുപോലെ ഡെൻഡ്രോബിയത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. പൈപ്പിൽ ഇതുപോലെ കയറ് ചുറ്റി അതിനകത്തിലാണ് ഡെൻഡ്രോബിയം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. എല്ലാത്തിലും നല്ല രീതിയിൽ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുന്നത് 10 ഡേയ്സ് കൂടുമ്പോൾ NPK 19 കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ കുറച്ച് 10 മണി ചെടികളും അതുപോലെ തന്നെ ബട്ടർഫ്ലൈ പ്ലാന്റും പിന്നെ ഈ ഡാൻസിങ് ഗേൾ ഓർക്കിഡ് വെറൈറ്റിയും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരറിയില്ല, പക്ഷേ അതിൽ നല്ല വെള്ള പൂ പിടിക്കും. ഇപ്പോൾ അതിൽ പൂക്കളൊന്നുമില്ലായിരുന്നു. ഇതുപോലെ റെഡ് പാം 3-4 ഭാഗത്തായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ബിഗോണിയ പ്ലാന്റ്സുകളാണ്. ബിഗോണിയ പ്ലാന്റ്സുകൾ തറയിൽ നല്ല ബുഷിയായിട്ട് പടർന്ന് പിടിക്കുന്നത് കാരണം ഇങ്ങനെ പടർന്ന് പിടിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബിഗോണിയ പ്ലാന്റ്സുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്ന പ്ലാന്റിൻ്റെയും പേരെന്താണെന്ന് അറിയില്ല. അതിൻ്റെ ലീഫും ഫ്ലവറും കാണാൻ നല്ല ഭംഗിയായിരുന്നു. റെഡ് കളറുള്ള ഒരു പൂവാണ് അതിൽ പിടിക്കുന്നത്. കുറച്ച് റോസയുടെ കളക്ഷൻസും അവിടെ കാണുന്നുണ്ട്.
പേര് അറിയാത്ത കുറേ ഫ്ലവറിങ് പ്ലാന്റ്സുകൾ അവിടെ ഞാൻ കണ്ടു. ഈ കാണുന്ന പ്ലാന്റും പൂക്കൾ പിടിക്കുന്ന പ്ലാന്റാണ്. ഈ കാണുന്നത് ക്രീപ്പിംഗ് ചാർലി എന്ന പ്ലാന്റ് ആണ്. ഇതും ഇതുപോലെ തറയിൽ നല്ല സ്പ്രെഡായി പടർന്നു വരുന്നതിന് വേണ്ടിയിട്ട് തറയിലും വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഒരു അഡീനിയം പ്ലാന്റ് ആണ്. സീനിയയുടെ 3 ഡിഫറെൻറ്റ് കളറിലുള്ള 3 പ്ലാന്റുകളും കാണാം. പർപ്പിൾ കളറും യെല്ലോ കളറും വൈറ്റ് കളറും ഫ്ലവറുള്ള ഗ്രൗണ്ട് ഓർക്കിഡ് വെറൈറ്റീസ് ആണ് ഈ കാണുന്നത്. അതുപോലെ തെങ്ങിൻ്റെ ചുവട്ടിൽ ക്രീപ്പിംഗ് ചാർലിയും ഗോൾഡൻ പോത്തോസും പടർത്തി പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഷഫ്ലേറ പ്ലാന്റ് ചട്ടിയിൽ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ കാണുന്നത് പടിപ്പുര വാതിലാണ്. ഇത് തുറന്ന് പാഷിയോയുടെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ ഭാഗത്ത് കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡും അഗ്ലോണിമയും ഒക്കെ വെച്ചിട്ടുണ്ട്. പതിമൂന്ന് വർഷം പഴക്കമുള്ള ഒരു ഗാർഡനാണിത്. എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. ഡെൻഡ്രോബിയത്തിൻ്റെയൊക്കെ ഒരുപാട് ഭാഗത്തായിട്ട് പൈപ്പിൽ കയറ് ചുറ്റി ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് ഫ്ലവറും വന്നിട്ടുണ്ട്.
ഗാർഡൻ ഫുള്ളായി കാണിക്കുമ്പോൾ വീഡിയോ വളരെ ലെങ്തി ആയത് കാരണം ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. Thank you for watching.